പ്രണയം എന്ന ലേബലിൽ വന്നിട്ട് അതിനപ്പുറവും ചിലത് സംസാരിച്ചു പോയിട്ടുള്ള എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സിനിമകളായിട്ടുള്ള 3 സിനിമകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ സിനിമ 1987 ഇറങ്ങിയിട്ടുള്ള തൂവാനത്തുമ്പികളാണ്. എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ പത്മനാഭൻ സാറിൻ്റെ തൂവാനത്തുമ്പികൾ. ഇത് ഇന്നത്തെ തലമുറയിൽപ്പെട്ടവരൊന്നും കാണാൻ ശ്രമിച്ചിട്ടില്ലാത്തൊരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇന്നൊന്ന് കാണാൻ ശ്രമിക്കുക, ഗംഭീര സിനിമയാണ്. പിന്നീട് വന്നിട്ടുള്ള എനിക്ക് റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന 2011 ഇറങ്ങിയിട്ടുള്ള മ്യൂസിക്കൽ റൊമാൻറ്റിക്സ് സിനിമയാണ്. രൺബീർ കപൂർ അഭിനയിച്ചിട്ടുള്ള, ഇംതാസ് അലി അഭിനയിച്ചിട്ടുള്ള സിനിമ. അപ്പോൾ ഈ സിനിമയും ആദ്യ കാഴ്ചയിൽ ഒരു ക്ലീശ റൊമാൻറ്റിക് രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ വീണ്ടും വീണ്ടും കാണുന്ന സമയത്താണ് അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണെന്ന് മനസ്സിലാക്കുകയും ഈ സിനിമയെ ഒന്ന് നിങ്ങൾ ഇന്നൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കാൻ നിങ്ങൾക്കൊരു കിടിലൻ അനുഭവമായിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ തന്നെ ഹൈവേ എന്ന് പറയുന്ന സിനിമ, ഹൈവേ 2014 ഇറങ്ങുന്നത്. ഒരു റോഡ് ഡ്രാമ മൂവിയായിട്ടാണ് വന്നത്. തുടക്കം ഒരു ഫെമിനിസം ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പക്ഷേ അതിനപ്പുറം ഒരു സിൻഡ്രം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രത്തിനെ കൃത്യമായിട്ട് പ്രണയത്തോട് ചേർത്ത് വെച്ച് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ 3 സിനിമയും ആദ്യ കാഴ്ചയിൽ ഒരു പ്രണയം എന്ന രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷേ അതിനപ്പുറവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമകൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക.